റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായി. നിത്യവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചാവശ്ശേരി വെളിയമ്പ്ര റോഡാണ് ചെളിക്കുളമായത്. ഇരുചക്ര വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത്. ചാവശ്ശേരി ടൗൺ മുതൽ വെളിയമ്പ്ര വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. റോഡിൽ മിക്കയിടങ്ങളിലും വൻ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. മഴവെള്ളം റോഡിലെ കുഴികളിൽ നിറഞ്ഞുകിടക്കുന്നതിനാൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ അകപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണിവിടെ. പഴശ്ശി ഡാം, വെളിയമ്പ്ര, പെരിയം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത്. റോഡിലെ കരിങ്കൽ ഇളകി ചീളുകൾ തെറിക്കുന്നതും പതിവ് സംഭവമായിരിക്കുകയാണ്. റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നതിനാൽ മഴക്കാലമായതിനാൽ റോഡ് ചെളിക്കുളമായിരിക്കുകയാണ്. കാൽനടയാത്ര പോലും റോഡിൽ സാധ്യമല്ലാതായിരിക്കുകയാണിപ്പോൾ. നേരത്തെ റോഡ് തകർന്നിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ റോഡ് പൊളിച്ചിട്ടതോടെ യാത്ര കൂടുതൽ ദുരിതമായി. പൈപ്പിട്ട ശേഷം റോഡ് ടാറിംഗ് ചെയ്യാൻ അധികൃതർ തയ്യാറാകാതെ വന്നതോടെയാണ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെയായത്. ചാവശ്ശേരി കൊട്ടാരം റോഡാണ് ഇത് റോഡാണോ തോടാണോ കൊളാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. 2 കൊല്ലമായി ഇങ്ങനെ ഈ പ്രദേശത്തുള്ള കൂട്ടർ വളരെ പ്രയാസത്തിലാക്കിക്കൊണ്ട് ഭരണാധികാരികൾ നടത്തുന്ന അവർക്കൊരു ഉത്തരവാദിത്വമില്ലാത്ത കടമയാണ് ഇപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രസകരമാണെന്ന് തോന്നുന്നു. ഇതിലെ കൂടി മുനിസിപ്പാലിറ്റിക്കാരും പോകുന്നുണ്ട്, MLAയും പോകുന്നുണ്ട്, പിന്നെ സർക്കാർ വണ്ടികൾ പോകുന്നുണ്ട്, വാട്ടർ അതോറിറ്റീൻ്റെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇത് കുണ്ടും കുഴിയൊന്നും ഒരു പ്രശ്നമില്ല. ചെളി കെട്ടി നിൽക്കുന്നത് പ്രശ്നമല്ല, കാൽനട യാത്രേൻ്റെ പ്രശ്നമല്ല, വണ്ടി പോകുമ്പോൾ വണ്ടി താഴുന്നത് പ്രശ്നമല്ല. 2 വർഷമായിട്ട് ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇത്രയാണെന്ന് പറയാൻ കഴിയില്ല. ഈ മഴക്കാലത്ത് വന്നിരുന്ന കുറച്ച് GST ഇട്ടിട്ട് കുഴി അടക്കാമെന്ന് പറഞ്ഞ് അതും ഇപ്പോൾ അടക്കുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ലോഡ് GST വന്നൊരു ഒരു കുഴീൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടിട്ട് അവരെ എങ്ങോട്ടോ കൊണ്ടുപോയി ആ സാധനം. റോഡ് ചെളിക്കുളമായതോടെ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കടകളിലേക്ക് ചെളിവെള്ളവും കരിങ്കല്ലും തെറിക്കുന്നത് പതിവാണ്. റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും ഡ്രൈവർമാരും നിരവധി തവണ നിവേദനങ്ങളും പ്രതിഷേധങ്ങളുമായി രംഗത്തു വന്നിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. നാട്ടുകാർ നിരവധി തവണ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയെങ്കിലും റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താൻ നടപടിയുണ്ടായില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.